ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ദ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള കട്ടൻ ചായയുടെ ഒക്കെ കൂടെ വെറുതെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണിത്. വീട്ടിലുള്ള അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് ഇത്. കേക്കാണെന്ന് വെച്ചാൽ കേക്കല്ല, എന്നാൽ ബിസ്ക്കറ്റാണെന്ന് വെച്ചാൽ ബിസ്ക്കറ്റല്ല, കേക്കിൻ്റെ ബിസ്ക്കറ്റിൻ്റെ ഇടയിലായിട്ട് വരുന്ന ഒരു ടെക്സ്റ്റാണ് ഇതിന്. വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇതാ ഒരു ബൗളിലോട്ട് ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനാവശ്യമുള്ളത് 3 മുട്ടയാണ്, പക്ഷേ 2 മുഴുവനായിട്ടും മുട്ട എടുക്കുക. പിന്നെ ഒരു മൂന്നാമത്തെ മുട്ടയുടെ ഒരു വൈറ്റ് പാർട്ട് മാത്രമേ ഇവിടെ ആവശ്യമുള്ളൂ. ഇതിലുള്ള ആ ഒരു എഗ് യോക്ക് മഞ്ഞ ഭാഗം നമുക്ക് ആവശ്യമുണ്ട്, ലാസ്റ്റിൽ ആവശ്യമായിട്ട് വരും, മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് പഞ്ചസാരയാണ്. പഞ്ചസാര 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 100 ഗ്രാം ഒരു കേട്ടോ പഞ്ചസാര. അപ്പോൾ പഞ്ചസാര ഇതിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് വിസ്ക് വെച്ചിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. കയ്യിൽ ഹാൻഡ് മിക്സർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പഞ്ചസാര പൂർണ്ണമായിട്ടും ലയിച്ചതിന് ശേഷം മാത്രം മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുക. പിന്നെ മുട്ട നമ്മൾ റൂം ടെമ്പറേച്ചറിലായിരിക്കും കേട്ടോ. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാടെ കുറച്ച് നേരം പുറത്ത് വെച്ചതിന് ശേഷം യൂസ് ചെയ്യാം. ഇനി ഇതിലോട്ട് ചേർക്കാനുള്ളത് വാനിലയുടെ പൗഡറാണ്. ഞാനിവിടെ 1/2 ടീസ്പൂൺ വാനില പൗഡറും ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിക്വിഡാണ് കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് ഓയിലാണ്. ഓയിലൊരു 1/2 കപ്പ് ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 120 ml ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതും കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഓയിൽ ഒറ്റയടിക്ക് തന്നെ ഒന്നിച്ച് ഒഴിക്കണ്ട, കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഒറ്റയടിക്ക് ആണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരേപോലെ അതിൽ മിക്സായി കിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ചേർക്കാനുള്ളത് കോൺഫ്ലോർ ആണ്. അത് ഏകദേശം ഒരു 1/4 കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത്. 30 ഗ്രാം ഉണ്ടാവും. അതും ഇതിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് പെട്ടെന്ന് ഈ ഒരു കോൺഫ്ലോർ പെട്ടെന്ന് എന്താ പറയുക കട്ട പിടിക്കും. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ആ കോൺഫ്ലവർ ലംസ് ഒന്നും ഇല്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർക്കാനുള്ളത് മൈദപ്പൊടിയാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ 1 കപ്പ് മൈദപ്പൊടിയാണ് ഇതിലോട്ട് ചേർക്കുന്നത്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ 1 കപ്പ് മൈദപ്പൊടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ മൈദപ്പൊടി എത്ര വേണമെന്നുള്ളത് കറക്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എഗ്ഗിൻ്റെ സൈസ് അനുസരിച്ചും അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന മൈദപ്പൊടിയുടെ ആ ഒരു ടൈപ്പ് അനുസരിച്ചും ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. ഇപ്പോൾ നമ്മൾ ഏകദേശം 1 കപ്പാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഒന്നിച്ച് ഒറ്റയടിക്ക് പൊടികളൊന്നും ചേർക്കേണ്ട, കുറേശ്ശെ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ 1 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതാ ഇനി ഇതിലോട്ട് ഒരു 1/2 കപ്പും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം 1.5 കപ്പായിട്ടുണ്ട്. അപ്പം നമ്മൾ എടുക്കുന്ന സൈസ് മുട്ടയുടെ സൈസ് അനുസരിച്ചാവും കേട്ടോ ആ പൊടി നമ്മൾ എത്ര ചേർക്കണം എന്നുള്ളത് എടുക്കുന്നത്. അപ്പോൾ കുറേശ്ശെ ചേർക്കുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ ഞാൻ ഏകദേശം 1.5 കപ്പ് മുഴുവനായിട്ട് ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. ഇത് ഏകദേശം ഒരു സ്റ്റിക്കി ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ് നമ്മുടെ ഈ ഒരു ഡോക്ക് വേണ്ടത്, ഈ ഒരു ബാറ്റർ വരുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാനൊരു 1/4 കപ്പും കൂടെ ചേർക്കുന്നുണ്ട്. മൊത്തത്തിലൊരു 1.25 കപ്പാണ് മൈദപ്പൊടി എടുത്തിട്ടുള്ളത്. ഏകദേശം ഗ്രാമിൻ്റെ സൈസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ 220 ഗ്രാം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലോട്ട് ചേർക്കുന്നത് കോക്കനട്ടാണ്. ഡെസിക്കേറ്റഡ് കോക്കനട്ട്, തേങ്ങാപ്പൊടി എന്ന് പറഞ്ഞിട്ട് നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടില്ലേ, അതാട്ടോ ഇതിലോട്ട് ചേർക്കുന്നത്. അങ്ങനെ ഇടയ്ക്ക് കടിക്കുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിലോട്ട് ചേർക്കുന്നത്. അതും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. റോസ്റ്റഡ് കോക്കനട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ, ചെറിയ കോക്കനട്ടിൻ്റെ കഷ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തതാണെങ്കിലും അങ്ങനെ ചേർത്താലും മതി. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറൊരു ഫ്ലേവർ, ഏത് ഫ്ലേവറാച്ചാൽ കൊടുക്കുക. ഓറഞ്ചിൻ്റെ സെസ്റ്റ് ചേർത്ത് കൊടുക്കുക, ലെമണിൻ്റെ സെസ്റ്റ് ചേർത്ത് കൊടുക്കുക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പിന്നെ ഞാനിവിടെ കോക്കനട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാ വിസ്കിലാകെ കട്ടൊടിച്ച് കിടക്കിയിരുന്നു കേട്ടോ. അതൊക്കെ അതിന് മാറ്റി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് നന്നായിട്ട്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്നതാണ്. കുറച്ചൊരു സ്റ്റിക്കിയാണ്, എന്നാൽ അങ്ങനെ ഒട്ടിയിട്ടുമല്ല. ഈ ഒരു ടൈപ്പാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഡോക്കെ റെഡി ആയിട്ടുണ്ട്, ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പാനിലാണ് ഞാനത് സെറ്റാക്കാൻ പോകുന്നത്. എൻ്റെ കയ്യിൽ ഈ ഒരു കേക്ക് ടിന്നാണ് ആ ഒരു ഇതിന് കറക്റ്റായിട്ട് സൈസുള്ളത്. കയ്യിൽ ബേക്കിംഗ് ട്രേ ഉണ്ടെന്നുണ്ടെങ്കിൽ അതാവും ബെറ്റർ. ഇതിൻ്റെ എഡ്ജ് കുറച്ച് ഹൈറ്റുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ശരിക്കും അധികം ഹൈറ്റൊന്നും ഇല്ലാത്ത എഡ്ജുള്ള ടൈപ്പ് ബേക്കിംഗ് ട്രേ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഒരേപോലെ സൈസ് കിട്ടുന്ന രീതിയിൽ നമുക്കത് സ്പ്രെഡ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലോട്ട് ഇനി ചേർക്കുന്നത് ചെറീസാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഞാൻ പറഞ്ഞല്ലോ, നട്ട്സോ മുന്തിരിയോ നമ്മൾ സാധാരണ കേക്കിലൊക്കെ കാണുന്ന സംഭവങ്ങളില്ലേ, അതൊക്കെ ചേർത്ത് നമുക്ക് ഇതൊന്നും കൂടെ ഒന്ന് അടിപൊളിയാക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചേർക്കുന്നത് ചെറീസാണ്. ചെറീസ് ചെറിയ കഷ്ണങ്ങളായിട്ട് ചേർത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് അളവിൽ ചെറീസായിട്ട് എടുത്തിട്ടുള്ളത്. അത്
അത് ഇതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ബാറ്റർ അത്യാവശ്യം നല്ലൊരു തിക്കായിട്ടുള്ള ബാറ്ററാണ്. അപ്പോൾ മിക്സ് ചെയ്യാനൊക്കെ ഇച്ചിരി പണിയായിരിക്കും. അപ്പോൾ എല്ലാ ഭാഗത്തും ഒരേപോലെ ആവുന്നെന്നുള്ള രീതിയിൽ ഉറപ്പ് വരുത്തട്ടോ. ഒരു ഭാഗത്ത് തന്നെ ചെറിയ നിറഞ്ഞ് നിൽക്കണ്ടല്ലോ. അപ്പോൾ നമ്മളുടെ ഈ ഒരു ട്രേയിലോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ട്രേയിൽ ഒട്ടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടിയിലൊരു ബേക്കിംഗ് പേപ്പർ ഇട്ടെടുത്തിട്ടുണ്ട്. അതിന് ശേഷം കേട്ടോ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബേക്കിംഗ് ട്രേ ആണ്, അധികം എഡ്ജൊന്നും ഇല്ലാത്ത ബേക്കിംഗ് ട്രേ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റോൾ ചെയ്തെടുക്കാൻ വളരെ ഈസി ആയിരിക്കും. നമ്മൾ നമ്മളുടെ റോളർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരേപോലെ റോൾ ചെയ്തെടുക്കുക. നിങ്ങൾ കയ്യിൽ അങ്ങനത്തെ ട്രേ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ മുകളിലും ഒരു ബേക്കിംഗ് പേപ്പർ വെച്ചിട്ട് ഒന്നിങ്ങനെ റോളർ കൊണ്ട് ജസ്റ്റ് ഒന്ന് പരത്തിയെടുത്താൽ ഈ വലിയിട്ടുള്ള ഒരു ഷേപ്പ് നമുക്ക് കിട്ടും. ഇപ്പോൾ ഞാൻ എൻ്റെ കൈ കൊണ്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. കയ്യിൽ ഇച്ചിരി ഓയിൽ പുരട്ടിയിട്ട് കേട്ടോ. അപ്പോൾ പിന്നീട് ഓർത്തത് എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടല്ലോ എന്നുള്ള ഈ ഒരു ടൈപ്പ് റോളർ. അപ്പോൾ അത് കൊണ്ടുവന്ന് വെച്ചിട്ട് മാക്സിമം ഞാൻ ഒരുപോലെ ആക്കിയെടുക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. എന്നാലും എഡ്ജിലോട്ടൊന്നും കറക്റ്റായിട്ട് എത്തുന്നില്ല കേട്ടോ. ആ ഒരു സെൻറ്ററിലും ഒക്കെ കറക്റ്റായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ അതങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എഡ്ജൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആ സ്പാച്ചുല വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കൊക്കനട്ടിൻ്റെ അളവ്, ഡെസിക്കേറ്റഡ് കൊക്കനട്ടിൻ്റെ അളവ് പറഞ്ഞിട്ടില്ല തോന്നുന്നു. അത് ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂൺ എടുക്കട്ടോ. നമുക്കതിങ്ങനെ അതിൻ്റെ ഒരു ഫ്ലേവർ നമ്മുടെ ഈ ഒരു ഇതിൽ വരും. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലോട്ട് ചെയ്യുന്നത് ഇതിനെ കട്ട് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള സൈസിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക. ഞാനിവിടെ സ്ക്രേപ്പർ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഒരു കത്തി വെച്ചിട്ട് കട്ട് ചെയ്താൽ മതി. ജസ്റ്റ് മുകളിൽ മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ. അടിയിലോട്ട് അങ്ങനെ ബോട്ടം ലെവലിൽ വരെ പോകുന്നില്ല. ജസ്റ്റ് മുകളിൽ മാത്രം ഒരു കട്ടിങ് ഷേപ്പ് ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള എഗ് യോക്ക് ഉണ്ടല്ലോ, അതിലോട്ടൊരു ടീസ്പൂൺ കൊക്കോ പൗഡറും ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ടീസ്പൂൺ പാലും ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ ഈ ഒരു സ്വീറ്റിൻ്റെ മുകളിൽ ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുത്തതിന് ശേഷം മാത്രം എന്താ പറയുക ബ്രഷ് ചെയ്യുക. കാരണം അതിൽ ചെറിയ ചെറിയ ലംപ്സ് ആയിട്ട് കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സ്റ്റെയിനറിൽ വെച്ച് ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കുന്നത്. അവിടെ ഈ സ്വീറ്റിൻ്റെ മുകളിലും നല്ലൊരു കളറ് വരാൻ അത് സഹായിക്കും കേട്ടോ. അപ്പോൾ പിന്നെ ഞാനുണ്ടല്ലോ ഈ ഒരു ബ്രഷ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഏറ്റവും നല്ലത് പാസ്റ്ററി ബ്രഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ടാവും. ഞാനെടുത്തത് ഈ ഒരു സിലിക്കൻ്റെ പാസ്റ്ററി ബ്രഷ് വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു മിക്സ്ചർ അത് കറക്റ്റായിട്ട് ഹോൾഡ് ചെയ്ത് അതിൽ മുഴുവനായിട്ട് ഒരേപോലെ കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്രഷ് ചെയ്യുന്ന സമയത്ത് വൈറ്റ് കളർ സ്പോട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നല്ല തിക്കായിട്ട് ഫൈബറുള്ള ബ്രഷ് എടുക്കുന്നതാണ് നല്ലത്. അതാകുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നന്നായിട്ട് പല ഡിസൈനും കൊടുക്കാൻ പറ്റും. അതിൻ്റെ മുകളിലൂടെ നമ്മളിങ്ങനെ ഈ ഒരു ഫോർക്ക് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിക്ക് ഡിസൈൻ വരും. എൻ്റെ അത്ര തന്നെ വൃത്തിയായിട്ടില്ല. പാസ്റ്ററി ബ്രഷ് ആവും നല്ലത്. അതുണ്ടെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ചെയ്യുക. ഇത് ബേക്ക് ചെയ്തെടുത്തതാണ്. 170 പ്രീ ഹീറ്റഡ് ഓവനിൽ 170 ഡിഗ്രിയിൽ ഏകദേശം ഒരു 15 to 20 മിനിറ്റ് ഇടയ്ക്ക് ചെക്ക് ചെയ്യുക. നിങ്ങൾ യൂസ് ചെയ്യുന്ന പാൻ്റെ സൈസ് അനുസരിച്ചും അതുപോലെ തന്നെ ഓവനനുസരിച്ചൊക്കെ കുക്കിംഗ് ടൈമിൽ ചെറിയ മാറ്റങ്ങൾ വരും കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ബേക്ക് ചെയ്തത് പ്രീ ഹീറ്റഡ് ഓവനിൽ 170 ഡിഗ്രിയിൽ ഏകദേശം 20 മിനിറ്റ് സമയം സെറ്റ് ചെയ്താണ് വെച്ചിട്ടുള്ളത്. ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തന്നെ 20 മിനിറ്റിന് വെയിറ്റ് ചെയ്തിട്ടില്ല. ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ടൂത്ത് പിക്ക് വെച്ച് ചെക്ക് ചെയ്ത സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പുറത്തെടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. ഇത് പൂർണ്ണമായിട്ടും തണുത്തതിന് ശേഷം കേട്ടോ ഇത് കട്ട് ചെയ്യുന്നതൊക്കെ. ഓവനില്ലാത്തവർക്ക് നമ്മൾ നല്ല അടി കട്ടിയുള്ള പാത്രത്തിൽ സാധാരണ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്ന പോലെ ഒരു റാക്ക് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു 10 മിനിറ്റ് ആദ്യം നമ്മളൊന്ന് ചൂടാക്കിയതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. 15 മിനിറ്റിന് ശേഷം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ചിലപ്പോൾ 5-10 മിനിറ്റ് അധികം എടുത്തുനിന്ന് വരും. ഇനി നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ജാമാണ്. ജാം ഒന്ന് ഡൈലൂട്ട് ചെയ്തെടുത്തതാണ്. എൻ്റെ കയ്യിൽ പൈനാപ്പിൾ ജാമാണുള്ളത്. അത് ഏകദേശം ഒരു 1-2 ടീസ്പൂൺ വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് ഡൈലൂട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ 4 ഭാഗവും ഈ പൈനാപ്പിൾ സിറപ്പിൽ മുക്കിയതിന് ശേഷം ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ സെസമി സീഡിൻ്റെ റോസ്റ്റഡ് സെസമി സീഡാണിത്, എള്ളാണ്. അതിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് കോട്ടാവുന്ന രീതിയിൽ അതിലും ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സീഡിന് പകരം എള്ളിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷ്രെഡഡ് റോസ്റ്റഡ് കൊക്കനട്ട് ഉണ്ടല്ലോ അതെടുക്കുക. അതുപോലെ തന്നെ നിലക്കടല അതും ഇതുപോലെ റോസ്റ്റ് ചെയ്തിട്ട് ജസ്റ്റ് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ട് അതിലും ഡിപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ഇതിൻ്റെ ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു കേക്കിൻ്റെ പോലത്തെ ആ ഒരു സോഫ്റ്റോ ആ ഒരു മോയിസ്റ്റോ അല്ല, എന്നാൽ ബിസ്ക്കറ്റിൻ്റെ പോലെ ആ ഒരു ക്രഞ്ചി ആയിട്ടുള്ള അങ്ങോട്ട് എത്തിയിട്ടില്ല. രണ്ടിൻ്റെ ഒരു മിഡിലാട്ടോ. ഇച്ചിരി കേക്കിനേക്കാളും ഒത്തിരി ഡ്രൈ ആണ്. എങ്കിലും കുഴപ്പമില്ല, ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്വീറ്റ് ആൻഡ് റെസിപ്പിയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇൻഷാല്ലാ വീണ്ടും പുതിയ റെസിപ്പി ഇട്ട് കാണാം.